സിംഗം 3 മാർച്ച് 23 ഞായറാഴ്ച വൈകുന്നേരം 6:45. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഈസ് കോമഡി മാസ്റ്റർ. ഞാൻ ഇന്ന് എന്റെ റൂമിൽ ഇരുന്ന് ചിന്തിച്ച ഒരു കാര്യമാണ്. അതായത് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്നുള്ളൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ടാണ് ഈ കോഴി എന്നുള്ള ഒരു വാക്ക് എപ്പോഴും അത്യാവശ്യം ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നു? അല്ലെങ്കിൽ ഇപ്പൊ അഖിലിനാണെങ്കിൽ നമ്മൾ വല്ലപ്പോഴൊക്കെ കളിയാക്കുമ്പോൾ കോഴിത്തരം കാണിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയത്തില്ലേ തമാശക്ക്? എല്ലാം എന്റെ നെഞ്ചത്താണല്ലോ. അല്ല, എനിക്കത് വിഷമം തോന്നാറുണ്ട്. അഖിലിനെ വിളിക്കുന്നതിലല്ല പറഞ്ഞ പൊതുവെ എന്തുകൊണ്ടാണ് ഈ കോഴിത്തരം കാണിക്കുക എന്നുള്ളത്? ആ പാവം കോഴിയുടെ മേലിൽ എന്തിനായിരുന്നേ? കോഴി ചിക്കൻ ആകുമ്പോ വില കുറവാണ്. ഞാൻ പറഞ്ഞുതരാം. എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ കോഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഫുൾ ടൈം തുക്കി നടക്കും. എപ്പോ വീട്ടിൽ വരണമെന്ന് ചിന്തയില്ലാണ്ട് കണ്ടവരുടെ പറമ്പിലൊക്കെ പോയി കണ്ടെടുത്തൊക്കെ പോയി തോന്നിയപ്പോ കേറി വന്ന് ഒരു അനുസരണയില്ലാതെ ചിട്ടയില്ലാതെ കണ്ടവരുടെ കൂടെ പോകും. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കി അവിടെ ഇരിക്കും. അപ്പുറത്ത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നേരെ പോയി അപ്പുറത്ത് നോക്കും. കണ്ടിട്ടില്ലേ? അതൊന്നും അല്ല, കോഴിയില്ലേ, നമ്മളെ ഈ പൂവൻ കോഴിയെ കണ്ടിട്ടില്ലേ? എപ്പോഴും പിടക്കോഴികളുടെ പുറയിലൂടെ ചുമ്മായിട്ട് അതിനോട്ട് ഓട്ടിക്കുക, ബഹളം വെക്കുക, മനസ്സിലായില്ലേ? അവരുടെ ഒരു അട്രാക്ഷൻ പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണം കോഴി എന്നുള്ള പേര്. പക്ഷെ ഞാൻ അതല്ല ഇപ്പൊ ഇതൊക്കെ സംസാരിക്കുമ്പോ എനിക്ക് സഡൻലി അഖിലിന്റെ ഓർമ്മ വരുന്നേ. ഈ ആ കോഴി കണ്ടിട്ടേ വന്നിട്ട് ഇങ്ങനെ അതിന് അങ്ങനെ കാണിച്ച അപ്പൊ ഒറ്റ ഓട്ടം. അതാണ് അഖിൽ എപ്പോഴും ചെയ്യണത് അല്ലേ? എപ്പോഴും ഞാൻ ജനറ്റിക്കലി ഹൈപ്പർ ആക്റ്റീവ് ആണ്, അതിന്റെയാണ്. അല്ലാതെ അത് കോഴിത്തരൊന്നുമല്ല ചേച്ചി. കോഴി അങ്ങനെയാ ഹൈപ്പർ ആക്റ്റീവ് ആണ്. കോഴി ഹൈപ്പർ ആക്റ്റീവ് ആണ്. നോബി ചേട്ടാ എന്തുകൊണ്ടായിരിക്കും? അത് തന്നെ ചേച്ചി പറഞ്ഞ സംഭവം. കോഴിത്തരം അത് പിടക്കോഴികള് പുള്ളിക്ക് ഒന്നുമില്ല. ഏത് പടയെ കെട്ടാലും. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. നമ്മുടെ എൻസൈക്ലോപീഡിയ എടുത്തുകൊണ്ടെന്ന് ചോദിച്ചോ, എന്നിട്ട് നമുക്ക് ശ്രീവിദ്യയിലേക്ക് പറയൂ. എൻസൈക്ലോപീഡിയ അതായത് നീ ശരിക്കായിട്ടുള്ള കാര്യമൊന്നും അറിയില്ല. അറിയില്ലാന്ന് പൂവാലെന്നും കൂടി നമ്മള് പറയും. പൂവാലന്മാരെന്ന് പറയും. പൂവാലി എന്ന് പറയാറില്ല. ഇല്ല പൂവാലി പശു എന്ന് പറയാറുണ്ട്, പൂവാലി പെണ്ണെന്ന് പറയാറുണ്ട്. ഇല്ല, പൂവാലൻ കോഴിയായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പുറകെ നടക്കുന്ന പയ്യന്മാരെയൊക്കെ പൂവാലന്മാർന്ന് പറയുന്നത്. അതറിയാം. അങ്ങനെ തന്നെ ആയിരിക്കും ഗിരിരാജൻ കോഴിയൊക്കെ വന്നു അല്ലേ? ഒരു കാര്യം ചെയ്യും, ഈ വിഷയം നമുക്ക് കോഴികളോട് തന്നെ ചോദിച്ചോ. അങ്ങനെയാണ് അല്ലേ? നിങ്ങൾക്ക് അസോസിയേഷൻ ഒക്കെ ഉണ്ടോ? അതല്ല, ഇത് ശരിക്കുള്ള വീട്ടിൽ വളർത്തുന്ന വളർത്തു കോഴികൾ. അസോസിയേഷനിലായിരുന്നു നിന്റെ ഭർത്താവ് രാഹുൽ. ഇപ്പൊ ലീവ് എടുത്തൊക്കെ പോയുള്ളൂ. ഇപ്പോഴും ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. ചില സമയം രാത്രി 1:30 മണിക്ക് ശേഷം നീ ഉറങ്ങിക്കഴിയുമ്പോ. കിട്ടിയോ? ഇല്ല, എനിക്ക് അറിയായിരുന്നു. ചോദിച്ചു വാങ്ങിയല്ലേ? നേരിട്ട് കേൾക്കുമ്പോ ഒരു സങ്കടം. ശരി, അപ്പൊ ഇതൊക്കെ വെക്കൽ ഈ ചിക്കൻ കാര്യങ്ങളും കോഴി കാര്യങ്ങളും പറഞ്ഞോണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്താണ് സംഭവം. അവരുടെ ഇടയിൽ ശരിക്കും ഈ ലൈൻ ഉണ്ടോ, കല്യാണം കഴിക്കുന്നുണ്ടോ, മുട്ടയാണോ കോഴിയാണോ ആദ്യം വരുന്നതൊക്കെ നമുക്ക് അറിഞ്ഞാലോ? വെരി ഇൻട്രസ്റ്റിംഗ്. അവന്റെ തല നോക്കകത്ത് ഈ ഗിരിരാജ കോഴിപ്പെണ്ണി ഇതെവിടെ പോയി കിടക്ക? എവിടെയെങ്കിലും കൊത്തിപ്പൊറിക്കാൻ പോയിക്കോളൂ. എത്ര നേരമായി കാത്തു കാത്തു നിൽപ്പൂ, ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളേ. അയ്യോ, പൂരികോഴിച്ചേട്ടനെ പോന്ന് അറിഞ്ഞില്ലേ? ഞാൻ വന്നിട്ട് 10-12 മാസമായി. പെണ്ണങ്ങല്ലേ, ഞാൻ അവിടെ കോഴിക്കൂട്ടിൽ മുട്ടയിട്ടാലെയാണ് അയാൾ എന്നെ തുറന്നുവിടൂ. എങ്ങാനും പുറത്തു പോയി മുട്ടയിട്ടാലേ ആ ദിവസം തീറ്റ പോലും തരില്ല. പോട്ടെ, സാരില്ല. അല്ല, നീ കോഴിമുട്ടയിൽ തന്നെ വിരിഞ്ഞതാണോ? പിന്നെ ഞാൻ എന്താ ആനമുട്ടയെന്ന് വിരിഞ്ഞതാ? അതല്ല, കോഴിക്കൂട്ടത്തിൽ ഇത്രയും സുന്ദരിയായ ഒരു കോഴിപ്പെണ്ണിനെ ഞാനിതുവരെ ചേട്ടന് എന്റെ കവളത്തെ നുണക്കുഴിയാണോ ഇഷ്ടപ്പെട്ടത്? അത് നുണക്കുഴിയല്ല, അത് നുണക്കൊക്ക. ഞാൻ വിട്ടൂല, എനിക്ക് ഒരു വിലയില്ല. ആര് പറഞ്ഞു വിലയില്ലെന്ന്?
കിലോയ്ക്ക് 175 രൂപയാണ് മാർക്കറ്റ് വില. അയ്യോ പോരേട്ടന് മുടി മൊത്തം പോയില്ല. ദാണ്ടേ കഴുത്തിലേ മുടി പോയി. നല്ല ഹെയർ ഓയിൽ മേടിച്ച് പറ്റണം. അതല്ലെങ്കിൽ നാട്ടുകോഴികളൊക്കെ ദേ കൊക്കിക്കോഴി എന്ന് എടി അത് മുടി പൊഴിയുന്നതല്ല. പിന്നെ ഇന്നലത്തെ കോഴിപ്പോരിലുണ്ടല്ലോ വടക്ക് നിന്ന് വന്ന ഒരു മുടക്കോഴി കൊത്തിപ്പറിച്ച് വെച്ചേക്കുന്ന. ഞാൻ അവനെ കൊത്തി താഴെയിട്ട് അവൻ താഴെ ഞാൻ മേളിൽ. എന്നിട്ട് പിന്നെ ഞാൻ അവനെ കൊത്തി അവൻ താഴെ ഞാൻ മേളിൽ. എങ്ങനെ? അവൻ താഴെ ഞാൻ മരത്തിന്റെ മേളിൽ. ഇങ്ങനെ ഒരു പേടിത്തൂറെ ഇങ്ങനെ നടന്നാ മതിയോ? പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങനെ നടക്കണോ? അതല്ല നമ്മുടെ കല്യാണക്കാരും വീട്ടിൽ സംസാരിക്കണ്ടേ? നിങ്ങൾക്കറിയോ എന്റെ അമ്മയച്ഛനും എന്നെ എങ്ങനെയാ വളർത്തിയെന്ന്? ഈ കൊക്ക് തുറന്ന് പറഞ്ഞാലല്ലേ അറിയൂ. കോഴി തൊട്ടിലിട്ടല്ലേ? അല്ല കോഴി കൂട്ടിലിട്ടല്ലേ? അല്ല, തലയിൽ വെച്ചാൽ കോഴിപ്പേയും കടിക്കും, തറയിൽ വെച്ചാൽ ചെറിയ ചെറിയ കട്ടുറുമ്പ് കടിക്കും. പിന്നെ നിന്നെ കെട്ടി തൂക്കിയിട്ടാണ് വളർത്തിയത്. ചേട്ടാ അതൊക്കെ പോട്ടെ, നീ രാവിലെ എന്തോത്തിന് ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഇന്നെന്റെ പിറന്നാളാ. പെരുന്നാളല്ല പിറന്നാള്. പിറന്നാളായിട്ട് ഈ പിടയ്ക്ക് എന്താ സമ്മാനം തരുന്നേ? 2 പെട അർത്താ. അതെന്ത്? എടി ഇന്ന് പിറന്നാളാണെങ്കി ഇന്നാണോ വിളിച്ച് പറയണത്? ഇന്നലെ വിളിച്ച് പറയണ്ടേ? ഇന്നലെ വിളിച്ച് പറഞ്ഞാൽ ഇങ്ങോട്ട് വരൂലായിരുന്നു. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ സമ്മാനം. വേണങ്ങല്ലേ സമ്മാനം ഞാൻ നാളെ വാങ്ങിത്തരാം. നാളെ ഞാൻ ഇവിടെ കാണത്തില്ല. എവിടെ പോവാ? ഞാൻ നാളെ അമ്മാവന്റെ വീട് വരെ പോവാ. എന്തിന്? പട്ടിമുക്കിലെ കോഴി മുട്ടയിടുന്നില്ല. പട്ടിമുക്കി അങ്ങനെ കോഴി മുട്ടയിടും? അതിന് കോഴി തന്നെ മുക്കണം. തറവാടിന്റെ പേരാണ് പട്ടിമുക്ക്. അതൊക്കെ പോട്ടെ, ആ കോഴീനെ എവിടുന്നാ വാങ്ങിയത്? ബ്ലോക്കിന്ന്. ആ അപ്പൊ അതിന്റെ മുട്ട എവിടെങ്കിലും ബ്ലോക്കായി ഇരിക്കുവായിരിക്കും. ആ കരിങ്കോഴി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്ഛൻ എനിക്ക് വേണ്ടി നിർത്തിയേക്കണ ബോഡിഗാർഡാ. അവനിങ്ങോട്ട് വരട്ടെ, കാണിച്ച് കൊടുക്കണുണ്ട്. കോഴികൾ കൂട്ടത്തോടെ വരുന്നേ. കരിങ്കോഴി സിംഗിളാതാ വരുന്നേ, അല്ലാതെ കോഴികള് കൂട്ടത്തല്ല. നിനക്കെന്താ ഇവിടെ കാര്യം? ഞാനും ഗിരിജൻ തമ്മിൽ അടുപ്പത്തില്ല. അങ്ങനെ രണ്ടുപേരും ഏതെങ്കിലും വീട്ടിന്റെ അടുപ്പത്തിരിക്കും. ഞാനും ഗിരിജൻ തമ്മിൽ ഇഷ്ടത്തില്ല. ഇതെങ്ങാനുമുള്ള ഡാഡി ഗിരിച്ചറിഞ്ഞ അറിയാലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ പോരേട്ടനെ കേട്ടു. നീ പുര നിറഞ്ഞിരിക്കുന്ന ഒരു കോഴിപ്പെണ്ണാണ്. കോഴിപ്പുര. ഡാഡി ഗിരിച്ച ഈ കരിങ്കോഴിയായിട്ടുള്ളേ കല്യാണം ഉറപ്പിച്ചിരിക്കുവാണ്. നീ സമ്മതിച്ചാൽ പട്ടികനെയും കുറയ്ക്കനെയും പേടിക്കാതെ സമയാസമയത്ത് തീറ്റ വെള്ളവും കുടിച്ച് എന്താ കോഴി റാണിയായിട്ട് ജീവിക്കാം. ചിക്കൻ ചില്ലി ഫ്രൈ ആയി വെട്ടി വിഴുങ്ങും ഞാൻ. കുട്ടിത്തേവാങ്കേ കോലം കെട്ടിത്തുള്ളാതെ ഇട്ടവട്ട പൂജ്യം മുട്ടയിടിക്കും ഞാൻ. അമ്പഴങ്ങപ്പഴമല്ല ഞാൻ കുമ്പളത്തിൻ കുരുവല്ല, ചോരക്കണ്ണന് കീറി കുത്തിട്ടാ. എട്ടിലമ്മ പെണ്ണാണി ഞാൻ ഞൊട്ടിവിട്ടാൽ പോരാണി, പട്ടുണ്ടെങ്കിൽ പെട്ടി വെച്ചോടാ. പെണ്ണാണെന്നാരും നോക്കൂല, പൊടിപ്പോകിയേവും മെച്ചം കാണിച്ചാലില്ലം കാണൂല. എടാ ഗിരിജ എന്റെ പെണ്ണ, ഞാൻ അവളെ കെട്ടിയ പൊന്നു പോലെ നോക്കും. ഇതാ ഗിരിജെ എന്റെ സ്നേഹ സമ്മാനം. അവന്റെ സ്നേഹ സമ്മാനം. ഈ കരിങ്കോഴി പറയണോ അല്ല ഈ പോരുകോഴി പറയണോ ഒന്നും കേക്കില്ലേ, പറയണ മൊത്തം പോരാ. ഹൃദയങ്ങൾ തമ്മിൽ കൈമാറി. ഏത് മൃഗാശുപത്രി വെച്ച്? ഇവൻ തുണ്ട്
കാണിക്കും, അങ്കവാലിട്ടാട്ടി കാണിക്കും. അതിലൊന്നും മയങ്ങരുതേ. എടാ ഞാൻ നിന്നെ പോലെയല്ലടാ, ഞാൻ കൂറുള്ളവനാടാ. എവിടെയാണോ ചോറ് കിട്ടുന്നേ അവിടെ ഇവന്റെ കൂറ്. വാ ഗിരിജ, നമ്മൾക്ക് പോവാം. ആരുടെ ഒപ്പം പോയാലും ഞാൻ നിന്റെ ഒപ്പം മാത്രം വരില്ല. അതെന്താ ഗിരിജ? അതൊരു വലിയ കഥയാണ്. ആ വലിയ കഥ ചെറുതാക്കി പറക്കേ. മാസങ്ങൾക്ക് മുമ്പ് ഒരു കഥ പറയുമ്പോ മാസങ്ങൾക്ക് മുമ്പല്ല, വർഷങ്ങൾക്ക് മുമ്പല്ലേ. കോഴികൾക്ക് വർഷത്തിന്റെ ആയുസില്ല. അതുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇവന്റെ കരിങ്കോഴി അമ്മ മുട്ടയിട്ടിട്ട് ഏതോ വീട്ടിൽ കൊത്തിപ്പറക്കാൻ പോയി. എന്നിട്ട് കൊത്തി മുറത്തി കേറി കുത്തി. മനസ്സിലായില്ല? ആ വീട്ടിൽ ഉണക്കാൻ വെച്ചിരുന്ന ഉണക്കമീൻ നിന്റെ അമ്മ എടുത്ത് കൊത്തി തിന്ന്. എന്നിട്ട് ആ വീട്ടുകാർ ഉണക്കമീൻ കറി വെച്ച് തിന്നോ? ഇല്ല, അവർക്ക് ചിക്കൻ കറിയായിരുന്നു ഇഷ്ടം. ഡയലോഗ് പറഞ്ഞതിന്റെ അമ്മ വിളിയായിരുന്നു അത്. അങ്ങനെ നിന്റെ കരിങ്കോഴി അമ്മയിട്ട മുട്ട എന്റെ അമ്മയായിരുന്നു അടയിരുന്ന് പിരിയിപ്പിച്ചത്. മൈ മമ്മി ഗിരിജ. പോറ്റമ്മ അളിയോ, അത് മതി എനിക്ക്. എന്നെ പോറ്റമ്മയല്ലേ ഇവളുടെ അമ്മ. ആ അമ്മയുടെ മോളെ ഇന്നു മുതൽ പോറ്റുന്നത് ഈ കരിങ്കോഴിയായ ഞാനല്ലേ. എന്തായാലും നമ്മളുടെ കല്യാണം നിന്റെ അച്ഛനോട് പോയി പറഞ്ഞ് ഉറപ്പിക്കാം. നമുക്ക് പോവാം. നിൽക്ക് ഗിരിജേ, നിന്റെ പിറന്നാളിനും എനിക്കൊരു സമ്മാനം തരാൻ പറ്റില്ല. ഇതാ നിന്റെ വിവാഹ സമ്മാനം, ഒരു കോഴിമുട്ടായി. താനുള്ള ബോഡി ഗാർഡ് മാത്രല്ല, വെള്ളം എല്ലാം ആണ്. അതാണ് ഞാൻ കഴിച്ചിട്ടേ ഇവള് കഴിക്കുന്നുള്ളൂ. ഇതങ്ങനെ എടുത്തു വച്ചേക്കുന്ന കഴിച്ചാടാ? കഴിച്ചു. മൊത്തം കഴിച്ചാ? മൊത്തം കഴിച്ചു. എന്താണ് കിടന്ന് കൊക്കു കൊണ്ട് ചിരിക്കുന്നേ? എടാ, നീ ഇപ്പൊ കഴിച്ചതുണ്ടല്ലോ, ഇവിടെ എലിയെ പിടിക്കാൻ വെച്ചിരുന്ന എലിവശമാ. അപ്പന എലിവശാണോ കഴിച്ചേ? എടാ, നിനക്ക് ജീവൻ വേണമെങ്കിലുണ്ടല്ലോ, കോഴിപ്പാറയിലെ മൃഗാശുപത്രിയിലോട്ട് ഇപ്പൊ വിട്ടോ. വിട്ട ഒരു സീറ്റ് കിട്ടും മച്ചാനെ. അവൻ ജീവനും കൊണ്ടോടി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവൻ ജീവനും കൊണ്ടോടി. നമ്മൾ ഇവിടുന്ന് ജീവിക്കാൻ വേണ്ടി ആകിരിച്ചേ. ബാബാ, എന്റെ കോഴിക്കുഞ്ഞ് വന്നേ. ഡോക്ടർ തിരിച്ചേൽപ്പിക്കുകയാണ്. ഈ കോഴിക്കുഞ്ഞിന് ഒരു പ്രശ്നം ഇല്ല എന്നുള്ള സന്തോഷ വാർത്ത ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. അതെ. എങ്ങനെയുണ്ട് ഈ ക്യാരക്ടറിൽ കേറിയിട്ട്? കൊള്ളാം. പിള്ളേരൊക്കെ ഓക്കെയാണോ? ഇവരൊക്കെ കൂടെ ഉള്ളവര്? എലീന ചേച്ചി, എന്തോ ഇനി ഞാൻ ഡയാന ചേച്ചിനോട് മിണ്ടൂല. ഞങ്ങളും ഇത്രയും നാള് സ്നേഹിച്ചിട്ടും കല്യാണം വിളിച്ചില്ല. ഡയാന ചേച്ചി എന്നെ കല്യാണം വിളിച്ചില്ലല്ലോ. മോളെ രാത്രി നന്നായി ചിക്കൻ ബിരിയാണി ആയിരുന്നു അവിടെ. സ്നേഹിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി. ഇല്ല കാണാം, നമുക്ക് ഇനിയുണ്ട് ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ വിളിക്കട്ടോ. ഇനിയുണ്ട് കല്യാണം, 2 കിട്ടും. മക്കളെ നിമ്രെ, ഞങ്ങളെ വരെ തലേ ദിവസം വിളിച്ചത്. അല്ലല്ല, ഷൂട്ടിന്റെ ഡേറ്റ് ഫ്രീ ആണോ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്. ആര് പറഞ്ഞ? കല്യാണ ചെറുക്കനെ രാവിലെയാണ് വിളിച്ചത്. അതൊരു വിഷയമല്ല കേട്ടോ. എന്തായാലും നിങ്ങളുടെ സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ശ്വേതാ മേനൻ ചേച്ചിനോട് ആദ്യം ചോദിക്കാം. പറഞ്ഞു ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു, സൂപ്പർ. നല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുന്ന എല്ലാ സ്കിറ്റ്സ് ഭയങ്കര ക്യൂട്ടായ, ഭയങ്കര നല്ല ആശയങ്ങളാ വരുന്നത് ഇവിടെ. നന്നായിട്ട് നിങ്ങൾ കുട്ടികളെ നന്നായി ചെയ്യുന്നുണ്ട് എല്ലാരും. 3 പേരും, നിമ്ര ആണെങ്കിലും ലക്കി ആണെങ്കിലും, പിന്നെ ഇത് സത്യം പറഞ്ഞാൽ അവന്റെ അതികേഷിന്റെ ഫേസ് പുറത്തു വെച്ചാൽ മാത്രമാണ് ഒരു കോഴിയാണെന്ന് പറഞ്ഞത്, അല്ലാതെ ഇത് റിയൽ ആണോ? സൂപ്പറായി മോനെ, അതികേഷ് നന്നായി ചെയ്തിട്ടുണ്ട് മോനെ, സൂപ്പറായി ചെയ്തു. ഇനി അടുത്തത് നമുക്ക് നോബി അങ്കിളോട് ചോദിക്കാം. നോബി അങ്കിൾ പറയട്ടെ. അതെന്ത് ചേട്ടാന്ന് വിളിക്കാത്ത എന്നാ അങ്കിളാക്കി കളഞ്ഞത്? അല്ല, കണ്ട അങ്കിള്, ഞാൻ ചേച്ചി.
നോബിയല്ലേ ടെഡി ബിയർ. ടെഡി ബെയർ പറ. ടെഡി ടെഡി ബെയർ. ഇത് ഇന്ന് ഞാൻ കോഴിത്തോരം വെക്കും. ആ അടിപൊളി സ്കിറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളെ ഭയങ്കര 2 പൂവൻ കോഴിയും പിടക്കോഴിയും. പക്ഷെ നീ കരിങ്കോഴിയെ തേച്ച ശരിയായി. അല്ല നിമ്ര കരിങ്കോഴി ലക്കിക്കോഴിയെ തേച്ചളഞ്ഞു. ഒരു ചോദ്യം ചോദിക്കട്ടാ, എല്ലാരും ആരും ഉത്തരം പറയുന്നത് കോഴിയാണ് ആദ്യം ഉണ്ടായത്, കോഴിമുട്ടയാണ് ആദ്യം ഉണ്ടായത്? കോഴിയല്ലേ മുട്ട? ആദ്യം മുട്ട വന്നത് ഒരു കോഴി മുട്ടയിട്ട് അതിന് വേറൊരു കോഴി ഉണ്ടായി. അപ്പൊ ഈ കോഴി എവിടുന്ന് വന്നു? കോഴി ഉണ്ടാകുന്നതിന്റെ മുമ്പേ ഇല്ലേ പലരും മുട്ട ഇങ്ങനെ ചൂടാക്കിയിട്ട് കോഴീനെ ഉണ്ടാക്കാൻ നോക്കും. അത് വലുതായിട്ട് അത് മുട്ട ഇട്ടിട്ട്, അതായത് മുട്ടനെ ചൂടാക്കി കോഴിയാക്കാൻ നോക്കുവോ? ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അതിനെ വലുതാക്കിയിട്ട് അതിന്റെ മുട്ടകള് കൂടി അത് വലുതായി കുറെ കോഴികൾ ഈ നാട്ടിലുണ്ട്. അപ്പൊ ഈ മുട്ട എങ്ങനെ ഉണ്ടായി? ആ മുട്ട എങ്ങനെ ഉണ്ടായി? ആ ചൂടാക്കിയ മുട്ട നമ്മളിപ്പോ എവിടെ പോയാലും മുട്ടക്കറി ഒക്കെ കഴിക്കത്തില്ല. അപ്പൊ അതിനകത്ത് മുട്ട ആ മുട്ട കഴിക്കാറുണ്ട്. ആ മുട്ടയുടെ ഇത് മാത്രം, ഏത് മാത്രം? ഓട് മാത്രം. മേടിച്ചിട്ട് ഒരു ഇതാക്കിയിട്ട് തീ വെച്ചിട്ട് അല്ല തീ അല്ല ലൈറ്റ് എന്തോണ്ടാ വെച്ചിട്ട്. അല്ലല്ല, അത് ഇതിന്റെ ഉത്തരം പറ. കോഴിമുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? മുട്ട തന്നെയാണ്. അതെങ്ങനെ? അല്ല, ഈ മുട്ട ഉണ്ടായിട്ടാണല്ലോ അതിന്റെ ഉള്ളിൽ നിന്നാണല്ലോ കോഴികൾ ഉണ്ടാവുന്നത്. അപ്പൊ കോഴികള് പിന്നെ മുട്ടയിട്ട് അതത് വിരിഞ്ഞു. ആദ്യം കോഴിയാണോ ഉണ്ടായ മുട്ടയാണോ ഉണ്ടായ? കോഴി. ആ കോഴി എവിടുന്ന വന്നേന്ന് പറ. അത് ദൈവം സൃഷ്ടിച്ചു. അതെ. അപ്പൊ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്നുള്ള സംശയം നമുക്ക് ഇവിടെ തന്നെ അങ്ങനെ വെക്കാം. അത് ആലോചിച്ച് എപ്പോഴെങ്കിലും നമുക്കൊരു ഉത്തരം കിട്ടുന്നിടം വരെ അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കട്ടെ അല്ലേ? യെസ്. ഇപ്പൊ നമുക്കൊരു നല്ല തീരുമാനം എടുക്കാം. ബ്രേക്ക്. എങ്ങനെയുണ്ട് ബ്രേക്ക്? പറയൂ. ഞാൻ പറയട്ടെ. നമ്മ പറഞ്ഞോളൂ. കോമഡി മാസ്റ്റേഴ്സിലെ ഒരു ഷോർട്ട് ബ്രേക്ക്. എന്റെ പണി പോയി. അണ്ണാ, KGF-ലെ പാട്ട് ഇതല്ലല്ലോ അണ്ണാ. ഈ പാട്ടെങ്കിലും കിട്ടിയത് ഭാഗ്യം. നീ ഇത് പിടിച്ചങ്ങ് താളത്തിൽ കളിച്ചോ. പ്രേമ കാവ്യനായിക ദേവഹംസത്തോണിയേറി നമ്മൾ പോകുമാഴിയേഴിനക്കരെ. ആദ്യമായി കണ്ട നാളിൻ മനോരാജ്യം നീ വെറും നോക്കിനാൽ നിന്റെ സുന്ദരി നിന്റെ ആ മന്ദഹാസങ്ങൾ മന്നവൻ എന്നെയും മാനായി മാറ്റി. ഓ എന്റെ അണ്ണ, ഈ തോക്കുമേ തുടച്ചെന്ന് നിക്കണേന്റെ ഒരു പകുതിയെങ്കിലും എന്നെ തൊട്ടിരുന്നെങ്കിൽ നമ്മുടെ തലമുറയെങ്കിലും അന്നം നിന്ന് പോവില്ലല്ലോ. പൊന്നു വെച്ചാൽ നാളെ ശൂരനാട് സ്റ്റേഷനിൽ പോയി വെടിവെക്കാനുള്ളതാണ്. ഇതൊന്ന് റെഡിയാക്കണ്ടേ? അപ്പൊ ഇന്നലെ പോയതാ? ഇന്നലെ ചാത്തന്നൂർ സ്റ്റേഷനിൽ. ചാത്തന്നൂർ വരെ പോയിട്ടാണ് ഇത്രയും വൈകി വന്നത്. അത് ഒരു റൗണ്ട് ഞാൻ വെടിവെച്ച് അവിടെ കിടന്ന വണ്ടിയെല്ലാം അടിച്ചങ്ങ് മേളിൽ കയറ്റി. അപ്പോഴത്തേക്ക് പോലീസുകാരന്മാർ എവിടെ നോക്കി വേറെ കുറെ വണ്ടി പിടിച്ചോണ്ടിട്ടേ. പിന്നെ അത് തീക്കാതെ വരാൻ പറ്റുമോ? എന്റെ വില പോവില്ലേ? അത് മാത്രമല്ല ആ സാധനം വൈറലാണ്. പിന്നെ ശൂരനാട് സ്റ്റേഷൻ അടിച്ച് നീ കണ്ടില്ലല്ലോ? കാണിച്ചരാ. കണ്ട 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 എന്റെ ഈ വരവിൽ 2 കാര്യം രജിസ്റ്റർ ആയിട്ടുണ്ട്. ഒന്ന്, എന്റെ ക്യാരക്ടർ ഞാൻ ഒരു ആട്ടോക്കാരനാണെന്നുള്ളത്. 2, എന്റെ ആട്ടോ മിസ്സിംഗ് ആണെന്നുള്ളത്. അതെ, ഇവിടെ താടി വെച്ച ഒരാളുണ്ടല്ലോ. ചേട്ടനല്ലേ? ഞാനല്ല. താടിയും മുടിയൊക്കെ വെച്ച് റോക്കി വൈന്ന് പറഞ്ഞു എന്റെ ഭർത്താവ്. ആഹാ
ബോംബെ നഗരത്തിന്റെ ഒരു വശം അറബിക്കടലും മറുവശം റോക്കി ബായുമാണ്. ബോംബെ നഗരത്തെ ഒരു കളിപ്പാട്ടം പോലെ ഞാൻ കയ്യിലിട്ട് അമ്മാനമാടും. ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം അല്ല, കറങ്ങി വരുമ്പോ എന്തായാലും ഒരു മ്യൂസിക് ഇടും. അപ്പൊ അത്രയും ബിൽഡപ്പ് ആണെങ്കിൽ 2 ഡയലോഗ് കൂടെ വേണം. ജലദോഷമുണ്ടോ? അല്ല മൂക്കി കൈവച്ചെന്ന് പറഞ്ഞാൽ ശബ്ദം അത് കിട്ടണമെങ്കിൽ അത് വെക്കുന്ന റോക്കി ബായ്, ഇല്ലെങ്കിൽ ശബ്ദം മാറിപ്പോകുമെന്ന്. അപ്പൊ ഇന്നലെ റോക്കി ബായി ചാത്തന് സ്റ്റേഷനിൽ വന്ന് അടിച്ച് തകർത്തു. പിന്നെ ആടിച്ച് തകർത്ത്. ഞാൻ പറഞ്ഞില്ലേ ഇത് വൈറലാവോ? ഭയങ്കര സംഭവമായിരുന്നു. വീട്ടിലെ വിഷയമാണ്. വേണമെങ്കിൽ വാട്സാപ്പ് നമ്പർ ഒന്ന് അയച്ചു തരും. ഞാൻ പിന്നെ പഠിച്ചോളാം. ഇങ്ങനെ അടിച്ച് തകർത്ത കൂട്ടത്തില് എന്റെ കിങ്ങിണി അടിച്ച് ബായി മേളി കയറ്റി. എന്നോട് ആരെങ്കിലും പറഞ്ഞോ ഞാൻ ഈ അടിച്ചു താർക്കണതിന്റെ ഇടയിൽ കിങ്ങിനെ കൊണ്ട് വയ്ക്കാൻ? എന്റെ റോക്കി ബായി മെനഞ്ഞാന്ന് നമ്മുടെ ഇൻഷുറൻസിന്റെ ചെക്കിങ്, എന്റെ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നിട്ട് പോലീസുകാർ പിടിച്ച് അവിടെ സ്റ്റേഷനിൽ കൊണ്ടിട്ടുന്നത്. ഇന്നിപ്പോ രാവിലെ വണ്ടി ഇറക്കാൻ ചെന്നപ്പോ SI പറയാണ്, റോക്കി ബായി നിങ്ങളെ കിങ്ങിനെ അടിച്ച് തെങ്ങിന്റെ മേളിൽ കയറ്റി വെച്ചേക്കുന്നു. ആ SI എടുത്തെന്ന് പറഞ്ഞപ്പോഴാണ് SI പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീപ്പ് പ്ലാവിന്റെ മേളിൽ ഇരിക്കും, അതാരോട് പറയുന്നു. എന്റെ റോക്കി ബായി എന്റെ ഉപജീവന മാർഗമാണ്. ഈ സുരേഷിനെയും പിള്ളേരെയും വഴിയാധാരമാക്കരുത്. എന്റെ പിള്ളേരെ പട്ടിണി കിടരുത് ബായി. സുരേഷേ, ഓ വാ കീറിയ ദൈവം ബാക്കിയുടെ വലിക്കാൻ കീറും. എന്റെ റോക്കി ബായിനെ അങ്ങനെ കുറ്റം പറയണ്ടട്ടാ. എന്റെ റോക്കി ബായിക്ക് 100 കണ്ടെയ്നർ നിറച്ച് സ്വർണ്ണുണ്ട്. പോരാത്തതിന് ഒറ്റ വെട്ടിന് മൈനനെ കൊന്ന്. അല്ല, തത്ത, പ്രാവ്. ആ പരുന്തിനെ പറയണ പേരെന്താണ്? ഗരുഡൻ. ആ ഗരുഡനെ ഇല്ലേ, മുങ്ങാങ്കുഴിട്ട് ചെന്ന് ഗരുഡൻ പോലെ രണ്ട് കഴുത്ത് മുറിച്ച് കളഞ്ഞ്, അറിയാവോ? അത് മാത്രല്ല, ഒരു ദിവസം ഞാൻ വാദിക്കായിരുന്നു പപ്പടം ഉണക്കിക്കൊണ്ടിരിക്കണേന്നെ. അപ്പൊ എനിക്ക് ചൂടെടുത്ത് അപ്പൊ എന്റെ റോക്കി ബായി ചെയ്തെന്താന്നറിയാമോ? ഹെലികോപ്റ്റർ ഇട്ട് കറക്കിട്ട് എന്നെ കാറ്റ് ഒളിപ്പിച്ചത്. എങ്ങനെയുണ്ട് ഐഡിയ? എന്റെ റോക്കി ബായി ഒരു ഫാൻ ഇട്ടിച്ചിരി കാറ്റ് ഒളിക്കുന്നതിന് നിങ്ങൾക്ക് ഭ്രാന്താണ്. നിങ്ങൾ ഹെലികോപ്റ്റർ കൊണ്ടിട്ട് കാറ്റ് ഒളിക്കേണ്ടത്. ഞാൻ വന്നാണ്. എന്താണ് ഇപ്പോഴത്തെ KICB ബില്ല് വെച്ച് നോക്കുമ്പോൾ ഹെലികോപ്റ്ററാണ് ലാഭം. നിങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കരുത്. എന്റെ റോക്കി ബായി എന്റെ കിങ്ങിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം എന്താ? നഷ്ടപരിഹാരോ? അതെത്ര രൂപ? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയെന്ന് തിന്നു നിൽക്കുമ്പോൾ എന്റെ റോക്കേട്ടാ ബണ്ണ് തിന്നനെ ഒരു ബൈറ്റ് തരണേ, ബണ്ണ് തിന്നനെ ഒരു ബൈറ്റ് തരണേ. ബണ്ണ് തിന്നുകൾ തിന്നുമ്പോൾ ആരാണ് മനസ്സിലായില്ല. നമ്മളെ തന്നെ പരിചയപ്പെടുത്താൻ കൊടുക്കാം. നമ്മളാണ് രാജരാജ കമ്മത്ത്. അതിന് ഞാൻ ഇപ്പൊ എന്തൊരു വേണമെന്നാണ് പറയണത്? അറിയത്തില്ല? ഇല്ല, മറന്നുപോയി. അതാണ് KGF 2 ഇറങ്ങിയതുകൊണ്ട് ഫസ്റ്റ് മറന്നുപോയതാണ്. ഞാൻ പറഞ്ഞു തരാം. വണ്ടികൾ ചീറിപ്പായുന്ന ഒരു വീതി, അവിടുന്ന് പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നു. അതിന്റെ നടുക്ക് ചെന്നപ്പെട്ട ഒരു അമ്മയും കുഞ്ഞും അവരുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയ ബണ്ണ് താഴെ വീഴുന്നു. അവിടുന്ന് ആ ബണ്ണെടുത്ത് തുടച്ചു കൊടുത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർമ്മയില്ല. ഓർമ്മ കാണത്തില്ല, കാരണം KGF 2 ഇറങ്ങിയില്ലേ, അപ്പൊ ഫസ്റ്റ് മറന്നു പോയതാ. ഇത് ബസ്സിലുള്ളതാണ്. അത് ആദ്യം പറയണ്ട, അത് മറന്നു ഞാൻ. അതാണ് ആ ബണ്ണുണ്ടാക്കിയത് നമ്മുടെ ബോർമയിലാണ്. ഓർമ്മയിലൊക്കെ ബണ്ണുണ്ടാക്കാൻ പറ്റുമോ? ഈ പെണ്ണുപിള്ള എന്നാ പറയുന്നത്? ബോർമ. ആ ഒറ്റ സീൻ കൊണ്ട് നമ്മുടെ ബണ്ണു പച്ച പിടിച്ചു. അത് പച്ച പിടിച്ചിരിക്കില്ല, ബണ്ണല്ലേ, പൂപ്പലായിരിക്കും, തുടച്ചുകളാ. അതല്ല, നമ്മുടെ ബണ്ണിന്റെ ബിസിനസ് വച്ചടി കയറ്റമായിരുന്നു. അങ്ങനെ നമുക്ക് 7 ബോർമയും 24 ബേക്കറി ഉണ്ടായി. ഇങ്ങനെയാണ് ബിസിനസ് ചെയ്യണ ആൾക്കാർ, അല്ലാണ്ട് നിങ്ങളെ പോലെ വല്ല കണ്ടന്റ് കൊണ്ട് പൂട്ടി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇനി ഒരു 25ാമത് ബേക്കറി തുടങ്ങാൻ കൊടുക്കുകയാണ്. അതിന് നമ്മുടെ റോക്കി ബായി അവിടെ ഒന്ന് വരണം, ഒരു വീഡിയോ ബൈറ്റ് തരണം. ഓക്കെ, ആശംസ വീഡിയോ തന്നിരിക്കും. നിങ്ങൾ ആസാം വീഡിയോ, ബംഗാളി വീഡിയോ വലിക്കും. ഇപ്പൊ എന്റെ പ്രശ്നം അതല്ല. എന്റെ റോക്കി ബായി എന്റെ 2 ലക്ഷം രൂപയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി. റോക്കി ബായിയുടെ മുന്നിൽ നിന്ന് നീ ശബ്ദം ഉയർത്തുന്നോ? നിനക്ക് റോക്കി ബായിയെ കുറിച്ച് അറിയാൻ മേലാത്തത് കൊണ്ടാണ്. റോക്കി ബായിയെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, വിത്ത് മ്യൂസിക്. വിത്ത് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടോടെ പോന്നു. അല്ല, പുറകെ അവിടെ ചെന്നിട്ട് തിരിഞ്ഞു വന്നിട്ട് പറയുമ്പോഴേ ആൾക്കാർക്ക് ബൂസ്റ്റിംഗ് കിട്ടത്തുള്ളൂ. പിന്നെ അല്ലാണ്ട് പോയിട്ടോ തിരിഞ്ഞോ മ്യൂസിക്. കേട്ടറിവിനേക്കാൾ വലുതാണ് റോക്കി ബായി എന്ന സത്യം. വരയൻ പുലിക്ക് അന്തകനായിട്ടുള്ള പിറന്നവനാണ് ഈ റോക്കി ബായി. റോക്കി ബായി ഇനി അമ്പലം പണിയണം റോക്കി ബായി.
സംഭവം എനിക്ക് ഇതെവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെയാണെന്ന് അറിയാം. 2016 റിലീസ് പുലിമുരുകൻ സിനിമ. മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നോബി ഉണ്ടായിരുന്നു, കുറെ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. കിടുക്ക് വൈശാഖ് സംവിധാനം ചെയ്ത നല്ല പടമാണ്. നിന്റെ കുഴപ്പമാണ് ഒരു റൂട്ട് വരെ വരും, സംഭവം കൈവിട്ട് പോകുമ്പോൾ ഉടനെ വേറെ റൂട്ട് മാറ്റി പിടിക്കും. എന്നെ കണ്ടുപിടി. ഞാൻ തുടക്കം തൊട്ട് ഇതുവരെ എന്റെ ക്യാരക്ടറോട് നീതി പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്യാരക്ടർ വിട്ടിട്ടില്ല. എന്റെ കിങ്ങിയുടെ കാര്യം 2 ലക്ഷം രൂപ വരെ ആ ഡയലോഗ് പോലും ഞാൻ മാറ്റിയിട്ടില്ല. നിങ്ങൾ എന്തിനു മാറ്റുന്നത്? അത് ശരി. അപ്പൊ നിങ്ങളുടെ കിങ്ങിയുടെ കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാക്കേണ്ടത്. എന്റെ കിങ്ങിയുടെ അടുത്തൊരു തീരുമാനം ഉണ്ടാക്കണം. ഹലോ മിസ്റ്റർ, താങ്കളുടെ കിങ്ങിനെ നമ്മളെ കാണിക്കാൻ കൊടുക്കും, നമ്മൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. താങ്കളുടെ കിങ്ങിനെ എന്നെ കാണിക്കും, നമ്മൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. ഈ നമ്മളെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാത്രമല്ലല്ലോ, ബാക്കിയുള്ളവരൊക്കെ അവിടെ. അയ്യോ, നിനക്ക് നിന്റെ ക്യാരക്ടർ മാത്രം നീതി പുലർത്തിയാൽ മതിയോടാവേ. ഞാൻ കമ്മത്തായിട്ടല്ലേ അഭിനയിക്കുന്നത്, അതുകൊണ്ട് എന്റെ ക്യാരക്ടർ ഞാൻ നീതി പുലർത്തട്ടെ. അത് കമ്മത്തുമാർ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പൊ താങ്കളുടെ വോട്ടോടെ വിലയായിട്ടുള്ള 2 ലക്ഷം രൂപ നമ്മൾ തരും. ഉറപ്പാണ്? ഉറപ്പ്. കാരണം റോക്കി പയ്യന്റെ കാണപ്പെട്ട ദൈവമാണ്, ദൈവം. കമ്മത്തെ അവന് കൊടുക്കാനുള്ള 2 ലക്ഷം നമ്മൾ കൊടുത്തോ, ആ പൈസ എപ്പോ തിരിച്ചു തരും? ഇപ്പൊ എന്തിനാ ഈ മ്യൂസിക്? പണി പാളുമ്പോ ഒരു മ്യൂസിക് വേണ്ടേ? നിങ്ങൾ മ്യൂസിക് ഇട്ട് കളിച്ചോണ്ട് നിൽക്കാതെ എനിക്കുള്ള 2 ലക്ഷം രൂപ ഒരു തീരുമാനം ഉണ്ടാക്കി. അതെന്ന് എന്റെ പൊന്നു റോക്കി ബായി, ആ സ്വർണ്ണൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് വെച്ച്? അത് ഞാൻ പിടുത്തത്തിന്റെ പേരില് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൊണ്ട് താത്ത്. എവിടാ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. അതെവിടാ? അതിപ്പോ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. പിടുത്തം വിട്ടപ്പോ മൊത്തം കടല് പറന്ന് കിടക്കില്ല. എവിടെയാണ് താത്തേന്ന് എനിക്ക് അറിയാൻ പാടില്ലെന്ന്. എന്റെ 2 ലക്ഷം രൂപ ഞാൻ തരും. ഇങ്ങ് വന്നാണ്. ഈ കടലിൽ എന്തായാലും സ്വർണ്ണം ഉണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരു സ്വർണം എടുക്കുന്നു. അതിലൊരു കട്ട അങ്ങ് കമ്മത്തിന് തരുന്നു. ഈ ഒരു കട്ട എങ്ങനെ പോയാലും ഒരു 5 ലക്ഷം രൂപ വിൽക്കും. 5 ലക്ഷം രൂപ വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 ലക്ഷം രൂപ ആർക്ക് കൊടുക്കുന്നു? അവന് കൊടുക്കുന്നു. ബാക്കി എത്രയുണ്ട്? ബാക്കി 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ ആർക്ക് തരണം? എനിക്ക് തരണം. അത് എപ്പോ തരും? അതെങ്ങനെ ശരിയാണത്? അതിൽ സ്വർണം തന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ 2 ലക്ഷം രൂപ കിട്ടിയോ? കിട്ടിയല്ലോ. ആര് കൊടുത്തു? ഞാൻ കൊടുത്തു. അത് എവിടെ നിന്ന് കിട്ടി? റോക്കി ബായ് തന്നു. സ്വർണം തന്നു വിറ്റു. 5 ലക്ഷത്തിൽ 2 ലക്ഷം കൊടുത്തു. ബാക്കി 3 ലക്ഷം എന്റെ കയ്യിലുണ്ട്. ആ 3 ലക്ഷം രൂപ എനിക്ക് എപ്പോ തിരിച്ചു തരും? അയ്യോ, സ്വർണം തന്നില്ലല്ലോ. ഞാൻ കളിക്കുന്നില്ല ഈ കളി. റോക്കി ബായ്, അവന് 2 ലക്ഷം രൂപ കൊടുക്കണ്ടേ? കൊടുക്കണം. സ്വർണം എവിടെ കിടക്കുന്നു? കടലിൽ കിടക്കുന്നു. അത് ഞാൻ എടുത്ത് ആർക്ക് തരും? എന്റെ കയ്യിൽ തന്നു. ഞാനിത് കൊണ്ട് വിറ്റു. 5 ലക്ഷം രൂപ കിട്ടി. 2 ലക്ഷം രൂപ ഞാൻ അവന് കൊടുത്തു. ബാക്കി 3 ലക്ഷം എന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ 3 ലക്ഷം രൂപ എപ്പോ എനിക്ക് തിരിച്ചു തരും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിടികിട്ടി. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോടാ. 2001 പ്രിയദർശൻ സാറ് സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച കാക്കക്കോയിൽ എന്ന സിനിമ. ജഗദീഷ് സാറ് കൊച്ചിങ്ങനീവ് സാറിനോട് പറയുന്ന ഡയലോഗ്. അതെന്തിനാണെന്ന് ഇപ്പൊ ഇവിടെ പറയുന്നത്? നിങ്ങൾ ഇടയ്ക്ക് വന്നൊരു പുലിമുരുകൻ ഒരു ബന്ധമില്ലാതെ ഇവിടെ അടിച്ചാ. ഫസ്റ്റ് ഞാനും താണ്ട ഈ പെണ്ണുമ്പളി ഇവിടെ കയറി വന്ന ലോ ഇരിക്കുന്ന വേട്ടാവളി ആവശ്യമില്ലാത്തൊരു ഒരു ബന്ധമില്ലാത്ത പാട്ടിട്ട്. അപ്പൊ ആദ്യവും ബന്ധമില്ല, പകുതിയിലും ബന്ധമില്ല, പിന്നെ അവസാനം മാത്രം ബന്ധം വേണമെന്ന് ഇത്ര നിർബന്ധം എന്തിനാണ്? ഇതിപ്പോയിട്ട് നീ ഇപ്പൊ എന്നാ താരാണ്? ഞാൻ KGF റോക്കി ബാ. എടാ, സീനുകൾ തമ്മിലോ പരസ്പര ബന്ധമില്ല. ഈ പേരുമായിട്ടെങ്കിലും ഒരു നൂൽബന്ധമെങ്കിലും ഉണ്ടായിക്കോട്ടടാ. അങ്ങനെയാണാ? എന്നാ അടിച്ചോ. ഈ മരം ഞാൻ ആർക്കും വിട്ടു കൊടുക്കൂല. നിങ്ങൾ ഇങ്ങോട്ട് വായേട്ടാ. ആരെങ്കിലും വിചാരിക്കും നിങ്ങളെ മരത്തി പിടിച്ച് കെട്ടിയിട്ടിരിക്കുവാന്ന്. എന്റെ അച്ഛൻ നട്ട മരമാണത്. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. എന്തിനാണ് പറഞ്ഞ അവന്റെ മരം? ഇതൊക്കെ അവള് വഴക്കിടാൻ വരുമ്പോഴത്തേക്ക് വിളിച്ചു പറയണം. അപ്പൊ പഴം വിഴുങ്ങിയതുപോലെ നിൽക്കുമല്ലോ. ഇന്ന് ഞാൻ ഇടിക്കും. ഞാൻ ആ മെമ്പർ എവിടെ? മെമ്പർ 9 മണിക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ എവിടെ? എനിക്ക് അറിയാം എവിടെ പോയി കിടക്കുന്നു. മെമ്പർ കൊണ്ട് ഇങ്ങനെ അതെ, മുണ്ട് ചുളിയും, അതിനാണ് ഇങ്ങനെ പിടിച്ചേക്കുന്നത്. ഞാനൊരു ജനപ്രതിനിധി അല്ലേ? രാവിലെ എന്തോരം വിഷയങ്ങളിലാണ് ഞാൻ ഇടപെടേണ്ടത്. എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കണം. ചുളിവ് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുന്നേ ഉള്ളൂ. വേറെ കേസൊന്നുമില്ല, വേണേ വിട്ടേക്കാം. വിട്ടോ, അതാണ് നല്ലത്. മെമ്പറെ
ഇവിടെ നിന്നാണ് തർക്കം ഉണ്ടായത്. ഇവിടെ നിന്നാണ് തർക്കം ഉണ്ടായെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അത് തർക്കഭൂമിയല്ലേ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാണ് തർക്കം ഉണ്ടായത്. അല്ലല്ല ഇവിടെ നിന്നാ തർക്കം ഉണ്ടായത്. അത് ഇവിടെ നിന്നാണ് തർക്കം തുടങ്ങി. എന്തുകൊണ്ടായിട്ട് നമ്മളിപ്പോ ഇങ്ങോട്ട് മാറി നിന്നല്ലേ ഇവിടെ തന്നെ തർക്കം ഉണ്ടായത്. ഇവിടെ നിന്നല്ലേ തർക്കം ഉണ്ടായത്. എങ്ങനെ ശരിയാവുന്നു? ഇവിടെ തർക്കം ഉണ്ടായി. നിങ്ങളുടെ തർക്കം ആദ്യം നിർത്ത്, എന്നിട്ട് ഈ തർക്ക വിഷയത്തെ കുറിച്ച് ഞാൻ ഇടപെടാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു ജനപ്രതിനിധിയാണ്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത ഞാനൊരു MP ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. MP-യാ? ഇപ്പൊ പാർലമെന്റിൽ പോയി. പാർലമെന്റിലല്ലോ, പിന്നെ മെമ്പർ ഓഫ് പഞ്ചായത്ത്. അതെന്താ MP അല്ലേ? അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് എന്തിനാണ്? ഞാൻ ഒരു കാര്യം പറയാം. പറഞ്ഞാട്ടെ. ആ നാറി, ഏത് നാറി? അപ്പുറത്തവൻ അവൻ എന്ന് അയലൊക്കെ വന്നു കഴിഞ്ഞോ അന്ന് തൊട്ട് തുടങ്ങി ഇവിടുത്തെ പ്രശ്നം. ഇത് തന്നെയാണ് അവനും പറയുന്നത്. എന്തോന്നു? ഈ നാറിയുടെ അയൽവക്കത്ത് എന്ന് ഞാൻ താമസത്തിന് വന്നു അന്ന് തൊട്ടാണ് അവന് ഈ പ്രശ്നം എന്നോട് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം? എന്റെ മെമ്പർ എന്നോട് തീരുമാനം ഉണ്ടാക്കി. സത്യമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് നിങ്ങളുടെ വിഷയം? എന്താണ് അത് പറയാം ആദ്യം. അവന്റെ ഇല്ലാത്തൊരു സാധനം എന്റെ ഉണ്ട്. എന്തു സാധനോടാ അത്? പട്ടയം. എന്നാ 2 മുട്ടയും ചേർത്ത് എടുത്തോണ്ട് വാ, നമുക്ക് തട്ടാം. ഇതൊന്നും അധികം നാള് കൈ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, എക്സസൈസ് പിടിക്കും. എന്ത് പട്ട? പട്ടയല്ല, പട്ടയം. അവർക്ക് പട്ടയമില്ല, നമുക്ക് പട്ടയമുണ്ട്. അതായത് എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? എന്താണ്? അതായത് ബിസ്ക്കറ്റ്. ഈ പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് വല്ലതും ആണോ? എന്താണ് നീ ഉദ്ദേശിച്ചത്? ഈ പട്ടയത്തിന് പറയുന്ന വേറൊരു പേരാണ്. കിട്ടുന്നില്ല. ഇടാ, ക്രയ വിക്രയ സർട്ടിഫിക്കറ്റ്. ഈ പരമ്പാരുടെയാണ്. ഈ തെങ്ങൊക്കെ ആരുടെയാണ്? എടാ, ഇതിനകത്തുനിന്ന് ഒരു മടൽ ഓല വെട്ടിയിട്ട് അതിൽ നിന്ന് ഒരു ഈർക്കലെടുത്ത് 2ആയിട്ട് പിളർത്തിയിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് നാക്ക് പിടിച്ചാൽ നിന്റെ ഈ വിഷയം തീരുമാനമല്ലേ? എന്റെ മെമ്പർ അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? പിന്നെ മെമ്പർ അവരെ വിളിച്ചേ. വിക്രമാ, എടാ വിക്രമാ, ഇങ്ങനെ തൊണ്ട കയറി വിളിച്ചാലൊന്നും അവര് വരുത്തൊന്നുമില്ല. അവരെങ്ങനെ ഇറങ്ങി വരുന്നത് ഞാൻ കാണിച്ചു. മെമ്പർ ഇങ്ങോട്ട് വന്നേ. അതെങ്ങനെയാണ്? ഇങ്ങോട്ട് വാ. കൈവെക്ക്. എന്താ ബസറാണോ കൈ മെമ്പർ? ഞാനാ തൊട്ടത്? ഇവര് പറഞ്ഞിട്ടാണ് തൊട്ടത്. വിക്രമ, വിക്രമത്തി, എന്തിനാണ് നിങ്ങൾ ഈ അക്രമത്തിൽ വരുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണെന്ന് പറ. അവിടെ ഇരുന്ന സർവേ കല്ലി പെണ്ടാട്ടിയും മാപ്പിളയും കൂടെ തള്ളി തള്ളി താണ്ട ഇവിടെ വരെ കൊണ്ടെത്തിച്ച്. അത് ശരി, നിങ്ങൾ അങ്ങനെ ചെയ്തായിരുന്നു? എന്റെ മെമ്പറെ അവിടെയാണ് ഇരുന്നത്, ഇവള് തള്ളി തള്ളിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശൂദ്രക്കാരി ആരുടെ കൂടോത്രം ചെയ്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറയണേ നീ എന്തെങ്കിലും. മെമ്പറെ, നിങ്ങൾ കേൾക്കണം മെമ്പറെ. ഞാൻ പിന്നെ കേട്ടോണ്ട് നിൽക്കുമല്ലോ. അത് ഭയങ്കര ശൂദ്രക്കാരിയാണെന്ന് ഇവള്. ഭയങ്കര ശൂദ്രക്കാരിയോ? ഓ, കൂടോത്രം ഇവളെ സ്ഥിരം പരിപാടിയാണ്. എന്താണ് എന്താണ് അങ്ങനെ ഒരു ആരോപണം വന്നത്? എന്താണ് അതിന്? ഞാൻ പറഞ്ഞു പറയട്ടെ. എനിക്കൊരു പശു ഉണ്ട്, എന്റെ അമ്മണി പശു. അമ്മണി പശു ഇപ്പൊ ദേവസവും മുട്ടയാണ് തിന്നണത്. മുട്ട. നിങ്ങളുടെ അമ്മണി പശു നോൺ വെജാ? അതുകൊണ്ടല്ല, എവിടെ മുട്ടയിൽ കൂടോത്രം ചെയ്ത് എന്റെ അമ്മണി പശു തിന്നണ പുല്ലിന്റെ ഇടയെ കൊണ്ട് വെച്ച് ഇപ്പൊ എന്നും ആ മുട്ട തിന്ന് 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 എന്റെ അമ്മണി പശുവിന് കൊളസ്ട്രോള് പിടിക്കുന്നത്. അയ്യോ, ഇപ്പഴാണ് എന്നും കഞ്ഞിവെള്ളം കുടിച്ചോണ്ടിരുന്ന എന്റെ പശു ഇപ്പൊ വേറെ പച്ചവെള്ളമാണ് കുടിക്കുന്നത്. വെറും പച്ചവെള്ളം? ഓ, കൊഴുപ്പുള്ള ഒന്ന് കുടിച്ചൂടന്ന്. 10 ലിറ്റർ പാല് തരുമായിരുന്നു, ഇപ്പൊ 1 ലിറ്റർ. അത്രയും കൊഴുപ്പ് കയറി കിടക്കണം. അത് എവിടെ കൂടോത്രം? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങോട്ട് വാ മെമ്പറെ. ഒരു അന്ധവിശ്വാസമാണ്. ഇങ്ങോട്ട് വാ. എനിക്ക് പറയാനുണ്ട്. പറഞ്ഞാട്ടെ. എനിക്ക് കൊറേ കോഴി ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കോഴിയൊക്കെ തിന്നുന്നതേ തക്കുടുവാ. അല്ല, തകുടും കൂടും. എന്തോന്നറിയോ, ഇവള് കൊറേ കൂടോത്രം ചെയ്ത് തകുടും കൂടി വേലസൊക്കെ എന്റെ പറമ്പിലോട്ട് എറിയും. എന്റെ കോഴിയെല്ലാം അതൊക്കെ കൊത്തി ചിക്കി പറക്കി തിന്നും. എന്നിട്ട് ഇപ്പൊ കോഴി മുട്ടയ്ക്ക് വരാൻ തകടായിരുന്നത്. എന്തൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ ആരോപിക്കുന്നത്? ആദ്യം ഒരു ചെറിയ തർക്കത്തിന് തുടങ്ങി, തർക്കിച്ച് അതിര് കടന്ന് ഇതിപ്പോ അതിർത്തി തർക്കമായി. അതിന് വിട്ട കുതിരയെ കടിഞ്ഞാണിട്ട് ബന്ധിക്കണം. അതിനിപ്പോ ഇവിടെ പറഞ്ഞത് ചുമ്മാ പറഞ്ഞ ഏറ്റെങ്കിൽ എടുക്കാം, അല്ലെ തള്ളിക്കളയാം. ഒരു കാര്യം വെച്ചാൽ മതി, എല്ലാവർക്കും മനസ്സിലായി. അവിടെ ഈ മരം വെട്ടണമെങ്കിൽ അത് ഞങ്ങൾ വെട്ടും. ഞങ്ങൾ ഈ ബോഡി അവിടെ ഇത് വെട്ടണമെങ്കിൽ ഞങ്ങൾ തീരുമാനം. ഞങ്ങൾ വെട്ടുവന്ന്. എന്ത് പണി കേട്ട് ഇങ്ങനെ അവനെ പോയി അടിക്കാൻ അവന് വാഴ കിടക്ക് ഇങ്ങനെ നിൽക്കാതെ അങ്ങോട്ട് ചെല്ലങ്ങോട്ട്. ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ചെയ്യരുത്. ഞാൻ മെമ്പറായിട്ട് ഞാനൊരു പരിഹാരം ഉണ്ടാക്കി തരാം.
നിങ്ങൾ ആവശ്യമില്ലാത്ത വിഷയം ഉണ്ടാക്കരുത്. വേണ്ട 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 ചെയ്യരുത്. ദൈവമേ, ഞാനിത് പുത്തൂരം വീട്ടിലാണോ ഞാൻ ഈ അതിർത്തി തർക്കത്തിന് വന്നത്? എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഇത് ഞങ്ങളുടെ മരമാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നു. സുരേഷ്, ഇത് ശരിയല്ല. സുരേഷ്, ഞാൻ പറയട്ടെ, ഞാനൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം നിങ്ങൾ. ഈ മാതിരി പരിപാടിയാണ് ഞാൻ ഇട്ടെന്റെ പാട്ടിന് ഞാൻ പോകും. കഴിഞ്ഞോ? പ്രകടനം കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. നിങ്ങളുടെ രണ്ടുപേരണം കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ. ഡിയർ വോട്ടേഴ്സ്, എല്ലാവരും ഇനി വന്നേ. എനിക്ക് വോട്ട് ചെയ്തില്ല, അതൊക്കെ വേറെ കാര്യം. ജയിപ്പിച്ചവര് വേറെയാണ്. എന്നാൽ ഇവിടുത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണേണ്ടത് മെമ്പറായ എന്റെ ഉത്തരവാദിത്തമാണല്ലോ. ഈ വസ്തു അളക്കണം. വസ്തു അളന്നു കഴിഞ്ഞാൽ ഈ മരം ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാലോ. അപ്പോ സർവേയർ വരട്ടെ, ഇത് അളക്കട്ടെ. അളക്കട്ടെ 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 അളക്കട്ടെ. ആ, കയറ്റി വെച്ചത് അതുകൊണ്ട് കൊണ്ട് താത്തു. നീ ഉണ്ടായിരിക്കാമോ? നമസ്കാരം, ഞാൻ ഫ്രെഡി കുരുവിള. നീറത്തില്ലേ? എന്തിന്? ജട്ടിയിൽ കുരുമുളക് അങ്ങനെ അദ്ദേഹം പറഞ്ഞത്. ഞാൻ അങ്ങനെ കേട്ടത്. ഞാനും അങ്ങനെ കേട്ടത്. ജട്ടിയിൽ കുരുമുളക്. ഹലോ, ഞാൻ ഫ്രെഡി കുരുവിള. ഓ, ഫ്രെഡി കുരുവിള. അളക്കാൻ വന്നതാണ്. ഞാൻ MP, മെമ്പർ ഓഫ് പഞ്ചായത്ത്. എന്റെ പൊന്ന് സാറേ, സാറേ ഇത് ഞങ്ങളുടെ അടുത്ത പ്രാവശ്യം ഇത് വനിതാ വാർഡാക്കണം. എന്തൊരു തോന്നിവാസമാണ് ഈ കാണിക്കുന്നത്. എല്ലാം കൂടെ ഒരു മനുഷ്യനെ പോയേ. ഞാൻ അളക്കാൻ വന്നതാ. അളക്കാൻ വന്നതല്ല സാറേ, ഇതാണ് ഇവരുടെ അതിര്. ഈ വസ്തുവിൽ നിൽക്കുന്ന ഈ മരമാണ് വിഷയം. എന്റെ പൊന്നു സാറേ, ഇതൊരു വെറും പാഴ്മരമാണ്. അതിനു വേണ്ടി മുടിഞ്ഞ അടിയാണ്. ഇത് കൊണ്ടുവരണം. ഫോട്ടോ എടുക്കുന്നതൊക്കെ ലാസ്റ്റ് എടുക്കാം സാറേ. ഫോട്ടോ എടുക്കുന്നില്ല, അളക്കുന്നതാണ്. ഇവിടെ അവിടം വരെ നമ്മുടെ സ്ഥലമാണ്. അത് നിങ്ങളുടെ അതിരല്ല. പക്ഷെ വേറെ സംഭവം ഉണ്ട്. അപ്പൂപ്പന്റെ കാലം തൊട്ട് അവിടം തൊട്ടേ ഉണ്ട്. അവിടെ കുളിക്കടവാണ്. ഇപ്പൊ അവിടെ കുളിയില്ല. ഇവിടെ നിന്നുകൊണ്ട് അവിടം വരെ ആ മരം എന്റേതാണ് സാറേ. ശരിക്കും ഞാനൊന്ന് അളന്ന് നോക്കട്ടെ. സാർ അളന്ന് നോക്കണം. സാറേ, ഞാൻ ഇരിക്കാം. നിങ്ങൾ സമാനപ്പെട്. ഞാൻ ഇരുന്നാ പോരെ. ദശമൂലം നോക്കി നിൽക്കാവുന്ന പിടിക്കടാ അവനെ. സാറേ, ഒരു സംശയം. സാറിന്റെ പേര് ഫ്രെഡി കുരുളെന്നാണോ അതോ മണ്ണി കിടന്ന് ഉരുളാമെന്നാണോ സാർ? സാറിന് എഴുതിയേക്ക് അങ്ങോട്ട്. നിങ്ങൾ നിലത്ത് നിർത്തിട്ടില്ല എനിക്ക് അളക്കാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് അളന്ന് പറഞ്ഞാ സാറ്. അതെ, ഇതാരെയാന്ന് പറഞ്ഞേ? നിങ്ങളുടെ അല്ല. ഇതിനകത്ത് നോക്കിയിട്ട് നിങ്ങളുടെ അല്ല. ഇത് അല്ല, നിങ്ങളുടേതും അല്ല. അപ്പൊ നമ്മുടെ ഇത് നിങ്ങളുടേതും അല്ല, ഇവരുടേതും അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ അല്ല. പിന്നെ ഈ വസ്തു എങ്ങനെ കിടക്കുന്നറിയാവോ? ദേ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനാണ് കിടക്കുന്നത്. അപ്പൊ മകിടിയുടെ കൂട്ട് കിടക്കണം. അതെ, ആ മകിടി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നില്ല, അവിടെയാണ് ഈ മരം നിൽക്കുന്നത്. അത് പുറമ്പോക്ക ഭൂമിയാണ്. പുറമ്പോക്കം എന്ന് പറയുമ്പോ സർക്കാർ, പഞ്ചായത്തിന്റെ. അതങ്ങനെ പഞ്ചായത്തിന്റെ ആവും. പിന്നെ പുറമ്പോക്ക് ഭൂമിക്ക് അധികാരി എന്ന് പറഞ്ഞ പഞ്ചായത്താണ്. അപ്പൊ എനിക്ക് വെട്ടാൻ വേണം ഈ മരം. ഞാൻ പഞ്ചായത്ത് മെമ്പറല്ലേ, എനിക്ക് വെട്ടാൻ ഈ മരം വെട്ടാൻ പറ്റത്തില്ല. കോടതിയിൽ വെട്ടാൻ പറ്റത്തുള്ളൂ. പിന്നെ നാളെ കോടതിയിൽ നിന്ന് ജഡ്ജി ഒറ്റത്തോർത്ത് കൊടുത്തോണ്ട് മരം വെട്ടാൻ തരാൻ പോകില്ലേ? അതല്ലെന്ന് പറഞ്ഞു. പിന്നെ കോടതി കേസും കാര്യങ്ങളോ കഴിഞ്ഞിട്ട് വെട്ടാൻ പറ്റത്തുള്ളൂ. കോടതി കേസ് കാര്യങ്ങളോ സമാധാനം പറയേണ്ടി വരും. മരത്തിന്റെ പേര് കിടന്ന് ഇങ്ങനെ തമ്മിത്തല്ലി ചാകാൻ നടക്കുകയാണോ നീയൊക്കെ? മനുഷ്യൻ ചത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 6 അടി മണ്ണ് മതി. വെറും 6 അടി മണ്ണ്. അതിനാണോ ഈ കിടന്ന് ഇങ്ങനെ തർക്കിക്കുന്നത്, ചാവുന്നത്? മനസ്സിലായോ? മനുഷ്യൻ ചത്തു കഴിഞ്ഞാൽ 6 അടി മണ്ണ് മതിയെന്ന് മനസ്സിലായോ? അതായത് ചത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും കൊണ്ടുപോകത്തില്ല. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിലേ
ഞാൻ ചത്തു കഴിഞ്ഞാലേ എന്നെ ഇവിടെ അടയ്ക്കാ മതി. എനിക്ക് ഈ 6 അടി മണ്ണ് മതി. എനിക്ക് മതി. എന്റെ ചേട്ടനെ ഞാൻ ഈ 6 അടി മണ്ണിൽ അടക്കും. ഇത് എന്റെ ചേട്ടനുള്ള 6 അടി മണ്ണ. ഈ ബോഡി എന്റെ ചേട്ടനുള്ള 6 അടി മണ്ണ്. യോ നെഞ്ചടിച്ച് വല്ലവും പറ്റി ഇവിടെ കിടന്ന് ചത്താൽ ഈ 6 അടി മണ്ണ് നിങ്ങൾക്കുള്ളതല്ല, ഇത് പഞ്ചായത്തിന്റെയാ. എന്റെ സൂക്ഷ്മദർശിനി പ്രവർത്തിക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ചില കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചില മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ചില മെമ്മറീസ് ആയിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. അത് ചിലപ്പോൾ ഫോട്ടോ ആയിരിക്കാം, വീഡിയോ ആയിരിക്കാം, എന്തുമാകാം. അപ്പൊ ആ വീഡിയോ ഒക്കെ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അത് എന്താണ് സംഭവം, അതിന്റെ പിന്നിലെ ഓരോ രസകരമായ നിമിഷങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് അറിയാൻ താല്പര്യം. എനിക്ക് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്കും. റെഡിയാണോ? ഓക്കെ. 5 പേർ ആരുടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പ്രേക്ഷകരെ റെഡി ആണെങ്കിൽ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ആദ്യം വീഡിയോ വരട്ടെ. അമ്മയൻ കൂടെയില്ലേ, പരാശക്തിയൻ കൂടെയില്ലേ. എന്റെ ഫേവറേറ്റ്. ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. യാരടി മോഹനെ. അജയ് ദേവനല്ലേ? ആണോ? ആമിർ ഖാൻ. എവിടേക്കോ എന്നോ ഭംഗിയായിരുന്നു. അസിൻതോട്ടങ്ങളുടെ ഒക്കെ എവിടേക്കോ ഒരു ആരെങ്കിലും പറഞ്ഞു ഭംഗിയായിരുന്നു. അങ്ങനെയല്ലടാ, ആ കാലഘട്ടത്തില് നോക്ക്. ഷീ യൂസ്ഡ് ടു ബി ലൈക്ക് നമ്മളിപ്പോ എങ്ങനെയാണോ നമ്മുടെ ബോഡി ആക്കണം, അല്ലെങ്കിൽ ജോ ലൈൻ ഫീച്ചേഴ്സ്, അതൊക്കെ എങ്ങനെയല്ലൊരു മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ബ്രില്യന്റ് ആൻഡ് ആടാ എല്ലാം ശരിയാണ്. മിസ് പഠിപ്പുര അല്ലായിരുന്നു. അല്ല, പഠിക്കൽ അതായി അല്ല. പക്ഷെ എന്നാലും ആ ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഇപ്പൊ ഇരിക്കുന്നത്. ചേച്ചി ഇതെങ്ങനെ വെയിറ്റ് കൂട്ടിയേക്കണേ? ചേച്ചി ഇത് ഭയങ്കര ഫിറ്റ് ആയിരുന്നു. അല്ല ഞാൻ ഇപ്പോഴും അങ്ങനല്ല. സോ ഈ ഒരു ഷൂട്ടിംഗ് മൊമെന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ഡാൻസിന്റെ ഒരു പ്രിപ്പറേഷൻസ്, ആ സമയത്ത് ഉണ്ടായിരുന്ന രസകരമായ മൊമെന്റ്സ്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? അന്ന് ഈ റിഹേഴ്സൽ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഇപ്പോഴാണല്ലോ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുക, നമ്മൾ ഹാളിൽ പോയിട്ട് കൊറിയോഗ്രാഫറിന്റെ അസിസ്റ്റന്റ് വന്ന് നമ്മളെ പഠിപ്പിക്കും. അതിന് റിഹേഴ്സൽ ഉണ്ട്, 2-3 ദിവസമോ ചിലപ്പോൾ 10 ദിവസമെല്ലാം റിഹേഴ്സൽ ഉണ്ടാവും. അന്നൊന്നും അങ്ങനെയല്ല. ഇറ്റ്സ് എല്ലാം അന്ന് ഓൺ ദ സ്പോട്ട് എല്ലാം റിഹേഴ്സൽ. ആമിറിന്റെ കൂടെ ഇഷ്ക് ചെയ്യുന്ന സമയത്ത് ആമിർ ഭയങ്കരമായിട്ട് റിഹേഴ്സൽ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ആമിറിന്റെ കൂടെ ഇപ്പൊ എനിക്ക് ഒരു 10 റിഹേഴ്സൽ 100 റിഹേഴ്സൽ ചെയ്യണമെങ്കിൽ മൂപ്പർ എന്റെ കൂടെ നിന്ന് റിഹേഴ്സൽ ചെയ്യും. അജയ് അങ്ങനെയല്ല. അജയ് എങ്ങനെ ഇരിക്കണ്ടാവും കണ്ടോട്ട് കർണതോ ചേട്ടനല്ലേ. മൂപ്പർക്ക് അങ്ങനെ ഒരു ഇതില്ല. മൂപ്പര് വരും, എന്ത് സ്റ്റെപ്പ് പറഞ്ഞാലും മൂപ്പര് ഒരു നെയ്യോഗ നടക്കൂല. എല്ലാം എന്ത് പറഞ്ഞാലും നെയ്യോഗ പറ്റില്ല. മൂപ്പര് ചെയ്യൂല. ഓക്കെ. മൂപ്പർക്ക് എന്ത് തോന്നുന്നു അന്ന് അപ്പഴതാ ചെയ്യാം. ഒരു പാട്ട് എത്ര ദിവസം ഉണ്ടാവും? 2-3 days അല്ലേ? ഇതൊരു നമ്മളൊരു 12 days ഷൂട്ട് ചെയ്ത പാട്ട്. ഉച്ചയ്ക്ക് മുമ്പേ ഒരു 1-2 ഷോട്ട്, ഉച്ച കഴിഞ്ഞാൽ 1-2 ഷോട്ട്. ബിക്കോസ് പെണ്ണുങ്ങൾ ടയർഡ് ആവാൻ പാടില്ല, ക്ലോസപ്സ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം, എനർജി ഉണ്ടാവണം. അത് മാത്രമല്ല അജയ് ദേവ്ഗൺ ഉണ്ടാക്കി വരുന്ന സ്റ്റെപ്പ് ഒക്കെ വേണ്ടെന്ന് പറയുന്നത് പുതിയ സ്റ്റെപ്പ് കണ്ടുപിടിച്ചൊരു രാത്രിയാവും. അല്ല അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ പിന്നെ ഇതിന്റെ ഇടയിൽ ആമിർ ഖാന്റെ പട്ടി മരിച്ചു. അപ്പൊ അതിനു വേണ്ടി ഒരു ദിവസം പാക്കപ്പ്, അങ്ങനെയൊക്കെ. അപ്പൊ ഭയങ്കര വേറെ ഒരു വേൾഡ് ആണ് ബോളിവുഡ്, യുനോ. പിന്നെ അതേ സമയത്ത് അലാരെ ഗോവിന്ദ ചെയ്യുന്ന സമയത്ത് ലാലേട്ടനും മുകേഷ് ഏട്ടനും ആണ് എന്റെ കൂടെ ഡാൻസ് ചെയ്യണെന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. ബിക്കോസ് ലാലേട്ടൻ ഭയങ്കര നല്ല ഡാൻസറാണ്. മുകേഷ് ഏട്ടൻ, അപ്പൊ ഞാൻ മുകേഷ് ഏട്ടൻ ചിലപ്പോ നല്ല ഡാൻസർ ആവുന്നു. അപ്പൊ മുകേഷ് ഏട്ടന് ഈ അജയ് ദേവ്ഗന്റെ പോലെ എവിടേക്കോ നിർത്തി വെച്ചിട്ട് ഇങ്ങനെ പിന്നെ മൂപ്പര് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വരും. ബട്ട് ഇറ്റ് വാസ് സോ മച്ച് ഫൺ. അഗൈൻ നമ്മൾ 4 ദിവസം ഷൂട്ട് ചെയ്തു, 4-5 ദിവസം ഷൂട്ട് ചെയ്തു. ഐ വാസ് വെരി ഹാപ്പി. അങ്ങനത്തെ ഒരു പടം അല്ല ഒരു പാട്ട് കിട്ടിയതിന്
വെരി വെരി ഹാപ്പി. നല്ല പാട്ടായിരുന്നു. True. എന്തായാലും ശ്വേത ചേച്ചി ഇതൊക്കെ കാണുമ്പോഴാണ് ശ്വേത ചേച്ചി ആസ് എ പേഴ്സണാലിറ്റി എത്രത്തോളം നമുക്ക് ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് വി നോ ഇറ്റ്. ഓക്കെ, ബിക്കോസ് നമ്മൾ കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും അടിപൊളി ചേച്ചിയെ നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതിന് ഒരു തെളിവായിട്ടാണ് ഞാൻ തന്നത്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുപോലെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കഥകളുമായിട്ട് വരാം. That was a surprise. Thank you Anuj, thank you Comedy Masters, thank you Elena, thank you all of you. All right, good night. Bye bye. Bye, good night.